അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ലേണിങ്ങിനെ എങ്ങനെയൊക്കെ അസസ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പഠനത്തിന് നമ്മൾ ടീച്ചേഴ്സൊക്കെ രണ്ട് രീതിയാണ് അതിന് ഉപയോഗിക്കുന്നത്: ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സംരചന, മൂല്യനിർണ്ണയം. അതുപോലെ തന്നെ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആത്യന്തിക മൂല്യനിർണ്ണയം എന്നാണ് പറയുന്നത്. നമ്മുടെ പേര് തന്നെ അത് കറക്റ്റുണ്ട്. നമുക്കിപ്പോൾ സംരചന, അതുപോലെ തന്നെ എന്താണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ പല രീതിയിൽ നമ്മളെ ലേണിങ്സിനെ, നമ്മളെ പഠനത്തിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു രണ്ട് രീതികളെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നിങ്ങളുടെ ക്ലാസ് രീതി, നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ചെയ്യുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സായിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ടീച്ചേഴ്സ് ഓരോ പോർഷൻസ് ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ടോപ്പിക് തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ചർച്ച ചെയ്യാൻ പറയും. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ് ദാറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ലേണിംഗ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ആ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നെങ്കിൽ എന്താണ്, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കണ്ടിന്യൂവസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. ഏതിൽ? ഫോർമാറ്റീവ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ദ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡ്. നിങ്ങളുടെ ഫൈനൽ എക്സാം അല്ലേ, ഈ ലേണിംഗ് പീരീഡിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചത് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു മിഡ് ടേമിന് ശേഷമുള്ള ഒരു ഇവാലുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്താണ്, ഓൺഗോയിങ് പ്രോസസ്സാണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് എ ലേണിംഗ് പീരീഡിൽ നടത്തുന്ന ഒരു ഇവാലുവേഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഡിസ്കഷൻസ് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ പാഠത്തിലെ ഇന്ന കഥാപാത്രത്തിൻ്റെ, ഒരു മലയാളത്തിലൊരു പാഠമാണെന്ന് വെച്ചോളൂ, ആ കഥാപാത്രത്തിൻ്റെ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്കൊരു പ്രവർത്തനം കൊടുക്കാം. സയൻസിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2 എലമെൻസിൻ്റെ പേര് കണ്ടെത്താനുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്വിസസ് നടത്താം. പാഠഭാഗത്തിന് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ തലേ ദിവസം പഠിപ്പിച്ച പാഠഭാഗത്തിന് അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വിസസ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ തന്നെ കുട്ടികളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. കുട്ടികൾ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പഠിപ്പിച്ച ശരിയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റഡി, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രോസസ്സ് എന്താണ്, തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ പഠനത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ, അപ്പോൾ നമുക്കൊരു വർഷം മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം ആ കുട്ടിക്ക് എന്തുമാത്രം എബിലിറ്റീസ് ഉണ്ടത് ഓർത്തിരിക്കാൻ. അതുപോലെ തന്നെ ടെസ്റ്റുകൾ, പ്രോജക്ട്സുകൾ, നമ്മൾ വർഷാവസാനമായിരിക്കും ഓരോ ഇയറിലൊക്കെ നമുക്ക് PG ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ BEd ആയിക്കോട്ടെ, വർഷാവസാനമാണ് നമ്മൾ കരിക്കുലത്തിൽ എന്ത് പ്രോജക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൈവയൊക്കെ ലാസ്റ്റാണ്. അപ്പോൾ ഒരു എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു വർഷത്തിന് ശേഷം കുട്ടികളുടെ അറിവ് അല്ലെങ്കിൽ അവൻ്റെ ഫീഡ്ബാക്ക് പരിശോധിക്കുന്ന ഒരു രീതിയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കും. എപ്പോഴും നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് അവരുടെ സ്റ്റഡിയിങ് ഹാബിറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ അവൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ് ആ ഒരു മേഖലയിലുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഇവാലുവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്, ലേണിംഗ് ആക്ടിവിറ്റീസിന്, അതുപോലെ തന്നെ ഇവാലുവേഷൻ മെത്തേഡ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് അസസ്മെൻറ്റ്സ് അക്യുറേറ്റ്ലി മെൻഷർ ദ സ്റ്റുഡൻറ്റ്സ് ലേണിംഗ് ആൻഡ് ഇൻഫോംഡ് ഇൻസ്ട്രക്ഷണൽ ഡിസിഷൻസ്. അസസ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളുടെ ലേണിംഗ്, കുട്ടികൾ എപ്രകാരമാണ് പഠിക്കുന്നതെന്നും അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ മാറ്റം പഠനത്തിൽ വരുത്താമെന്നും ടീച്ചേഴ്സിന് എന്തൊക്കെ മാറ്റം പഠനത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇപ്രകാരമുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ ടീച്ചേഴ്സ് നമുക്കൊരു ഹോംവർക്ക് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ഫീഡ്ബാക്ക് നമ്മൾ ചെയ്യുന്നു, ഹോംവർക്ക് ആൻസർ കറക്റ്റ് എഴുതിക്കൊണ്ട് വരുന്നു, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഉത്തരം പറയുന്നു എല്ലാവരും. അപ്പോൾ നമുക്കെന്താണ്, ആ ഒരു ടീച്ചിങ് മെത്തേഡ് ശരിയാണെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ആ ടീച്ചിങ് മെത്തേഡ് തെറ്റാണെന്ന് വിചാരിക്കാൻ പറ്റും. Feedback from assessment should be timely, specific and actionable, enabling students to identify their strength, weakness and the next steps for improvement. നമുക്കറിയാം കുട്ടികൾ എന്താണ് ഉത്തരം പറയുകയാണ് ക്ലാസ്സിൽ, അത് തെറ്റാണ് അല്ലെങ്കിൽ ആ പാഠഭാഗം അവന് മനസ്സിലായില്ല, ആ പഠിപ്പിക്കുന്ന കാര്യം അവന് മനസ്സിലായില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി അറിയാൻ പറ്റും. സമ്മേറ്റീവ് ഇവാലുവേഷനും ഇങ്ങനെയാണ്. അത് നമ്മുടെ
സമാറ്റീവ് വാല്യുവേഷൻ ഇത് പറ്റത്തില്ല, കാരണം ലാസ്റ്റ് ഇയറിൽ നടക്കുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പാറ്റേണിൽ കുട്ടിക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർമേഷൻ ഇവാലുവേഷനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശിക്കാം. നീ ഈ പോർഷൻസ് കൂടുതൽ പഠിക്കുക, അല്ലെങ്കിൽ ഈ പോർഷൻ നീ വീക്കാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കുട്ടിക്കും അത് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചുമ്മായിട്ട് ചോദിക്കും, നിങ്ങളുടെ അടുത്തതാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അത്തരത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക് പോയിൻ്റ് ഏതാണ്, അതല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീക്ക് പോയിൻറ്റിലോട്ട് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് നമുക്കത് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡായിട്ട് പറയാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫോർമാറ്റീവ് ആൻഡ് സമാറ്റീവ് ഇവാലുവേഷൻ ക്രിയേറ്റ്സ് എ ബാലൻസ്ഡ് അസസ്മെൻറ്റ് അപ്രോച്ച് ദാറ്റ് സപ്പോർട്ട്സ് സ്റ്റുഡൻസ് ലേണിംഗ്, ഇൻഫോംസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെഷേഴ്സ് അച്ചീവ്മെൻറ്റ്. ദ ഹോളിസ്റ്റിക് അപ്രോച്ച് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ CCE എന്ന് പറയും അല്ലേ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നമ്മൾ കരിക്കുലത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇത്തരത്തിലുള്ള ഫോർമാറ്റീവ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ബാലൻസിങ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് കൊണ്ടുവരും. അത് സപ്പോർട്ട് സ്റ്റുഡൻസ് ലേണിംഗ്, ഇൻഫോംസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മെഷർ. നമ്മൾ അച്ചീവ്മെൻറ്റ് എത്രത്തോളമാണെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ലേണിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളുടെ രീതി നമുക്ക് ടീച്ചിങ് അവർക്ക് മാറ്റണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് മാറ്റാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു നല്ല അസസ്മെൻറ്റിലൂടെ, ഫോർമാറ്റീവ് ആയിക്കോട്ടെ സമാറ്റീവ് ആയിക്കോട്ടെ, നല്ലൊരു അസസ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ജസ്റ്റ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്കറിയാം നമ്മുടെ പുതിയ ചാനലാണ്, അങ്ങനെ വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. എന്തായാലും ഓക്കെ, ഞാൻ ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. ശരി എന്നാൽ, ബൈ.